നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു OTT അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 16 മുതൽ 22 വരെയുള്ള ഒരാഴ്ചത്തെ വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലായി ഏകദേശം 23ഓളം സിനിമകളും സീരീസുകളുമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളം സിനിമകൾ മുതൽ ഇന്റർനാഷണൽ മൂവികൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമകൾ ഇതൊക്കെയാണ്. ഇതിൽ പരമാവധി ട്രെയിലറുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. പ്രധാന റിലീസുകൾ: റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ്. സൈജു കുറുപ്പും സണ്ണി വെയിനും ഒന്നിച്ച ഈ ഫാന്റസി ഡ്രാമ കോമഡി ചിത്രം ഇപ്പോൾ മനോരമ മാക്സ് വഴി ലഭ്യമാണ്. ദൈവത്താൽ എഴുതപ്പെട്ട ഒരു തിരക്കഥയിലൂടെ സാധാരണക്കാരായ ചില മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതവും രസകരവുമായ കാര്യങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് നീ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് എംബസി. മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. കാസർഗോഡ് പശ്ചാത്തലമായി നടക്കുന്ന ദുരൂഹമായ ഒരു കൊലപാതകവും അതിനു പിന്നിലെ അധോലോക ബന്ധങ്ങളും തേടിയുള്ള അന്വേഷണമാണ് ഈ സീരീസ്. ക്രിസ്റ്റീന. മറ്റൊരു ക്രൈം മിസ്റ്ററി ഡ്രാമ മൂവിയായ ക്രിസ്റ്റീനയും ഇപ്പോൾ മനോരമ മാക്സിൽ ലഭ്യമാണ്. കാണാതാകുന്ന ഒരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സങ്കീർണവും അന്വേഷണവും അതിലൂടെ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സീതാപയണം. അർജുൻ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം സൺ നെക്സ്റ്റിൽ വിവിധ ഭാഷകളിൽ ലഭ്യമാണ്. അപകടകരമായ ഒരു യാത്രക്കിടയിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നായികയുടെയും അവളെ സഹായിക്കുന്ന നായകന്റെയും ഉദ്യോഗജനകമായ കഥയാണിത്. ലാൻഡ് ലോർഡ്. കന്നഡ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ മലയാളം വെർഷൻ ഇപ്പോൾ OTTയിൽ കാണാം. ഒരു വലിയ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ചോരപ്പുഴയുമാണ് ഈ ആക്ഷൻ ಚಿತ್ರത്തിന്റെ പ്രമേയം. ನಿಮ್ಮಗಳಿಂದ ನಾವುಗಳಲ್ಲ, ನಮ್ಮಗಳಿಂದಾನೇ ನೀವುಗಳು. ನಾವೆಲ್ಲರೂ ಸಮಾನರು ಅಂತ ತೋರಿಸ್ಕೊಳಕ್ ಹೋಗೋ ಕೈ ಬೆರಳುಗಳೇ ಒಂದ್ ಸಮ ಇರಲ್ಲ. ಅಂತದ್ರಾಗ ನಿನ್ನ ಹೆಬ್ಬೆರಳು ನಮ್ പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ. രാത്രികൾക്കൊടുവിൽ നെറ്റ്ഫ്ലിക്സിൽ വിവിധ ഭാഷകളിൽ ഈ ചിത്രം എത്തിയിട്ടുണ്ട്. ടോമി ഷെൽബിയുടെ സാഹസികമായ പുതിയൊരു ദൗത്യവും പീക്കി ബ്ലൈൻഡേഴ്സ് സംഘത്തിന്റെ തിരിച്ചുവരവുമാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുക. पर लगभग की क्या बिसात. നെക്സ്റ്റ് ബോർഡർ 2. സണ്ണി ഡിയോൾ നായകനായി ഹിന്ദി വാർ ഡ്രാമ ചിത്രം ഇപ്പോൾ OTTയിൽ ലഭ്യമാണ്. അതിർത്തിയിൽ പോരാടുന്ന സൈനികരുടെ വീരഗാഥയും അവരുടെ വൈകാരികമായ ജീവിത സാഹചര്യങ്ങളും ചർച്ച ചെയ്യുന്ന യുദ്ധചിത്രമാണിത്. ചന്ദ്രനും പോലീസും. മനോരമ മാക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഈ മലയാളം ഡ്രാമ മൂവി സ്ട്രീം ചെയ്യുന്നു. ഒരു പോലീസുകാരനും ചന്ദ്രൻ എന്ന സാധാരണക്കാരനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയും അവർ നേരിടുന്ന ചില നിയമപ്രശ്നങ്ങളുടെയും കഥയാണിത്. ഇവയാണ് ഈ ആഴ്ചയിലെ പ്രധാന OTT റിലീസുകൾ. ഈ ലിസ്റ്റിലെ സിനിമകൾ നിങ്ങൾ ഏതൊക്കെ കാണാൻ പ്ലാൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സിനിമകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.